പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജൂൺ 29. സാറേ ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ ആണല്ലോ. എന്തൊരവസ്ഥയാണ് ഓരോന്ന് കാണുമ്പോൾ. സാറിന്റെ മുട്ട എടുത്തായിരുന്നു. അതല്ല, എന്റെ പുഴുങ്ങിയ താറാമുട്ട അവിടെ കാണാനില്ല. സാറിന് അറിയാലോ, എനിക്ക് വ്യായാമം കഴിഞ്ഞാൽ താറാമുട്ട നിർബന്ധമൊന്നും. പിന്നെ എനിക്ക് അതാണല്ലോ പണി. അപ്പൊ അവനായിരിക്കുള്ളൂ ബാലകൃഷ്ണ. ആ ജോസാർ എത്തിയ എന്തുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? അതെ എന്നാ മുട്ട കൊള്ളൻ വരട്ടെ. ഇവനായിരിക്കുള്ളത് എടുത്തേക്കണത്. എവിടെയായിരുന്നു എത്രയും നേരം? കുളിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് പോയി ചായ എടുത്തോണ്ട് വന്നേ. അതെ, ആദ്യം നിന്റെ ഡ്രസ് ഒന്ന് മാറ്റി. മിസ്റ്റർമാരെ, ആദ്യം ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പൊന്നു ബാലകൃഷ്ണൻ ഏട്ടാ, ആദ്യം ഡ്രസ്സ് മാറും, എന്നിട്ട് ചായ ഇട്ടാ മതി. ആ, ഇതാണ് അന്തസ്. കണ്ടു പഠിക്ക്. രണ്ടെണ്ണം മാഷന്മാര്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ മുട്ട കൊള്ള. സാറ് ന്യൂസ് കണ്ടായിരുന്നോ? പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അറിഞ്ഞു. ആ പറഞ്ഞ പോലെ ജോസാറിന് കന്നി ഇലക്ഷൻ ആണല്ലോ. എന്റെ സാറേ, ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു മെനക്കെട്ട പണിയാട്ടോ. നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവില്ലേ? അതൊന്നും പറയാൻ ഒക്കൂല. വെട്ടവും വിളിച്ചുള്ള സെന്റർ കിട്ടാൻ പ്രാർത്ഥിച്ചു. ആകെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മെഴുകുതിരി വരും. രാത്രി വെട്ടം കാണാനും പിറ്റേന്ന് ഇലക്ഷൻ സാധനങ്ങൾ സീല് വെക്കാനും. കിട്ടുന്ന സെന്റർ വല്ല മലമുക്കിലാണെങ്കിൽ നമ്മൾ തെണ്ടി പോകത്തേ ഉള്ളൂ. ആരെങ്കിലും പറഞ്ഞോ അധ്യാപകരാവാൻ? എനിക്ക് ഇതൊക്കെ വെറും പുല്ല. വിനോദ് സാറേ, അത്രയ്ക്ക് പ്രശ്നമാണോ ഇലക്ഷൻ ഡ്യൂട്ടി? ആണോന്ന് നമ്മളെ ജയിലിലടച്ചതിന് തുല്യോട് മാഷേ. അതെ, ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ചാർജ് ഏറ്റെടുത്ത് നമ്മൾ ആ സെന്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെറ്റ തള്ളയത്തു എന്ന് പറഞ്ഞാലും ഇലക്ഷൻ കഴിയാതെ നമ്മളെ പുറത്തേക്ക് വിടില്ല. വല്ല പ്രശ്നബാധിത ബൂത്തിലെങ്ങാനുമാണ് ഡ്യൂട്ടി കിട്ടുന്നതെങ്കിലേ എന്റെ പൊന്ന് സാറേ, ശ്വാസം വിടാൻ പോലും സമയം കിട്ടില്ല.